ഹലോ ഗായ്സ്, നമ്മൾ ബസ്സിൽ വന്നിരിക്കുന്നത് നമ്മൾ അമ്മാമ്മയുടെ വീട്ടിലാണ് പോകുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ്. അങ്ങോട്ടോട്ട് മോൾ ബസ്സിലാണ് ഇരിക്കുന്ന അമ്മയും വീഡിയോ എടുക്കുന്നത്. നമുക്ക് പോവാം. ബസ്സിൽ പണ്ട് ഒറ്റയ്ക്ക് അവർ വേണ്ടേ, അവർ വരത്ത്. ഹലോ ഫ്രണ്ട്സ്, മോളെ ഇൻട്രോ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാനും മോളും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ഒരു വിശേഷം ഉണ്ടായിരുന്നു, അങ്ങനെ പോകുന്നതാണ്. പ്രൈവറ്റ് ബസ്സിലാണേ പോണത്. മോക്ക് ബസ്സിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും മോളും കൂടെ പോവുകയാണ്. എനിക്ക് മോക്കുമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളെ ഓരോ സ്ഥലമൊക്കെ കാണിച്ച് ആസ്വദിച്ചൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രൈവറ്റ് ബസ് എടുത്ത് കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്. പോകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അനിയത്തിയുടെ 5-ാം മാസം അറിയിച്ച് വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ വല്യച്ഛൻ്റെ മോള അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് വണ്ടി നിർത്തിയിട്ടായിരുന്നു. ഇനി അതാ വണ്ടി എടുത്തിട്ടുണ്ട്. ഇത് പെരിങ്ങമലയാണ് സ്ഥലം. ഇപ്പം നിർത്തിയിട്ട് എടുത്ത സ്റ്റോപ്പിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ പാട്ടും ടി വിയൊക്കെ കണ്ടങ്ങ് ആസ്വദിച്ചിരുന്ന് പോവുകയാണ് കേട്ടോ. പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യാമെന്ന സുഖം എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ സ്ഥലം എത്തുന്നത് പോലും അറിയില്ല. ഇപ്പം തെന്നൂർ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അനിയൻ വന്ന് നിന്നേ, അവൻ പിക്ക് ചെയ്യാൻ വന്ന് നിന്നായിരുന്നു. അങ്ങനെ അവൻ്റെ ബൈക്കിലാണ് പിന്നെ വീട്ടിലോട്ട് പോയത്. ഇതാണ് ഞങ്ങളുടെ ഏരിയ കേട്ടോ. വീട്ടിലോട്ട് പോകുന്ന ഏരിയയാണ്. അടിപൊളി വൈബുള്ള സ്ഥലമാണ്. ഇത് പുറത്തിച്ചക്ക. നമ്മളിവിടെയൊക്കെ പുറത്തിച്ചക്ക എന്ന് പറയും. പൈനാപ്പിളിൻ്റെ കൃഷിയാണ് അവിടെ. ഇവിടെയൊക്കെ ഫുള്ള് റബ്ബറായിരുന്നു. ഇപ്പം മുറിച്ചിട്ട് പൈനാപ്പിളൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട്. റബ്ബറൊക്കെ മുറിച്ച് കഴിയുമ്പോഴേ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. മോളങ്ങനെ ഇരിക്കണം കേട്ടോ. അവളാണ് വണ്ടി ഓട്ടിക്കണം എന്നുള്ള ഗമയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരു സൈഡും പച്ചപ്പാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോവുകയെന്ന്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. എൻ്റെ സ്ഥലമായതുകൊണ്ട് പറയണല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മെയിൻ റോഡ് നമ്മൾ വന്ന് കയറിയ സ്ഥലത്തിൻ്റെ പേര് തോട്ടമുക്കെന്നാണ്. ഇവിടെ നിന്നാണ് ഓരോ സ്ഥലങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥലത്തിലോട്ട് എത്തുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് റബ്ബറായിരുന്നു. ഇതെല്ലാം റബ്ബർ മുറിച്ചിട്ടുള്ള വ്യൂ ആണ്. ഇവിടെയൊക്കെ മുറിച്ച് വേറെ റബ്ബർ തൈ വെച്ച് അതൊക്കെ ഏകദേശമൊക്കെ ആയതാ. ഇവിടെ എല്ലാം റബ്ബറായിരുന്നു. അതൊക്കെ മുറിച്ച് ഇപ്പോൾ നല്ല ഭംഗിയാണ് അങ്ങോട്ടൊക്കെ കാണാൻ. ഫുള്ള് പച്ചപ്പ് വിരിച്ച ഭൂമി. പിന്നെ ഇവിടുത്തെ നമ്മളെ ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്ന് താഴോട്ട് പോകുമ്പോഴടുത്ത് നെട്ടയ. ഉള്ള സ്ഥലത്തിൻ്റെ പേര് നെട്ടയം എന്നാണേ. നെട്ടയത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കിലൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കണം ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. എന്നാലും എടുക്കണമല്ലോ, ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്തതാണ്. പക്ഷെ വീഡിയോ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാത്. നെട്ടയത്ത് ഇതൊക്കെ നമ്മളെ റിലേറ്റീവ്സിൻ്റെ സ്ഥലങ്ങൾ തന്നെ, വീടുകൾ തന്നെ. ഇവിടെയൊക്കെ ഒരു 5-6 വീടുണ്ട്. അത് കഴിഞ്ഞ് ഇതാണ് നമ്മളെ കമ്മ്യൂണിറ്റി ഹാള്. നമ്മളെ മീറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് ഇവിടെയാണ്. എല്ലാ പ്രോഗ്രാംസൊക്കെ വയ്ക്കുന്നത് കമ്മ്യൂണിറ്റി ഹാളിലാണ്. പിന്നെ അങ്ങോട്ട് കോൺക്രീറ്റ് റോഡാണേ. അവിടെ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ കോൺക്രീറ്റ് റോഡാണ്. പിന്നെ ഈ റോഡിൻ്റെ ഒരു സൈഡും അൽക്കേശി, മാഞ്ച് ഇങ്ങനെയൊക്കെയുള്ള കൃഷിയാണ്. ഇവിടെ താഴോട്ടൊക്കെ വീടുകളുണ്ട്. അങ്ങനെ സ്ഥലം എത്തി കേട്ടോ. എൻ്റെ വീട് ഇതിന് തൊട്ട് മുന്നെയാണേ. അത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിക്കാം. ഇതാണ് വല്യച്ഛൻ്റെ വീട്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ വല്യച്ഛൻ വന്ന് മോളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. വല്യച്ഛൻ്റെ മോളെ മാസാറിയിപ്പാണ്. എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിലോട്ടാണ് നേരെ വന്നത്. ഇവിടെ കുറച്ച് പേരൊക്കെ വന്നു തുടങ്ങി കേട്ടോ.
വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചേട്ടൻ്റെ വൈഫാണ്, അത് മോളാണ്, അത് വല്യച്ഛൻ, പിന്നെ അപ്പൂപ്പൻ, അമ്മാമ്മ, വല്യമ്മ, എല്ലാവരും റിലേറ്റീവ്സാണ്, മാമൻ അങ്ങനെ. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങുമ്പോഴേ ഇതാണ് എൻ്റെ അമ്മാമ്മേൻ്റെ വീട്, എൻ്റെ അമ്മേൻ്റെ വീടാണിത്. ഇതാണ് എൻ്റെ അമ്മാമ്മ. അമ്മാമ്മ അടുത്ത് ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഹായൊക്കെ കാണിക്കണം. ഹായ് പറഞ്ഞേ അമ്മാമ്മ. ഇതാണ് എൻ്റെ വല്യമ്മയുടെ വീട്, അമ്മയുടെ ചേച്ചിയുടെ വീട്. അത് അനിയത്തിമാരാണേ, അത് നാത്തൂനും അനിയത്തിമാരാണത്. ഇതാണ് വല്യമ്മയുടെ വീട്. വല്യമ്മ തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോഴിനി ഇങ്ങനെ തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണിച്ചൊരു ബുദ്ധിമുട്ടാവുമോ എന്ന് കരുതിയിട്ട് ഞാൻ കാണിക്കാതെ. അപ്പോൾ വല്യമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട്, വല്യമ്മയ്ക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. വല്യമ്മ ഹായ് ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നെയും മേളിലോട്ട് വന്നു കേട്ടോ. അപ്പം കുറേ കൂടെ ആളുകളൊക്കെ വന്നു. എല്ലാവരും റിലേറ്റീവ്സ് ആണേ, എല്ലാവരും വന്നു തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ആൾ കൂടുന്നിടത്തൊക്കെ വീഡിയോ എടുക്കുന്നത്. അത് ഇത്രയും നമുക്കറിയാമെന്നുള്ള ആളുകളാണല്ലോ, ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ എല്ലാവരുമൊക്കെ വന്നിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് എല്ലാവരും. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ നിന്ന് 5-ാം മാസം അറിയിച്ച് വന്ന് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്, ഒരു 6-7 പേരുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് സെറ്റപ്പ് ചെയ്യാണ്. അണ്ണനും മാമനും കൂടെ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന് കേട്ടോ. അപ്പം ഞാൻ ഇത്ര ധൈര്യമായിട്ട് വീഡിയോ എടുക്കുന്നത് എൻ്റെ ആൾക്കാരായതുകൊണ്ടാണേ, എനിക്കറിയാമെന്നുള്ളവരായതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് അവർ മുമ്പ് ഫോണും കൊണ്ട് നിൽക്കുന്നത്. എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. കഴിഞ്ഞിട്ട് MLA വരുന്നുണ്ടായിരുന്നു നമ്മുടെ സ്ഥലത്തപ്പോഴേ. അങ്ങോട്ടുള്ള യാത്രയാണ് അവിടുത്തെ കാര്യം കഴിഞ്ഞിട്ടുള്ളത്. എന്തൊരു നമ്മളെ സ്ഥലം കാണാൻ നല്ല മനോഹരമായ
അപ്പൊ സംരക്ഷണം തരേണ്ടത് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റ്. ഈ പദ്ധതികളൊക്കെ ഒരു പക്ഷേ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണ പരിപാടിയാണ്. ആദ്യമായി സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രദീപ് നാരായണൻ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ആര്യനാട് ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ ബഹുമാനപ്പെട്ട MLA ആദരിക്കും. അടുത്തതായി നമ്മുടെ ഈ ബ്ലോക്കിൽ നിന്ന്, കാരണം ആനപ്പാറ ഡിവിഷനിൽ നിന്ന് വിജയിച്ച നമ്മുടെ ആനപ്പാറ കോൺഗ്രസ് കമ്മിറ്റിയുടെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നമ്മുടെ വിഷ്ണു ആനപ്പാറയ്ക്ക് ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട MLA അടുത്തതായി ഇതിലെ ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ ഈ മണല് വാർഡിൽ നിന്നും ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട മഞ്ജു SS. അടുത്തതായി നമ്മുടെ ഈ ട്രൈബൽ മേഖലയിൽ നിന്ന് മികച്ച രീതിയിൽ കായിക താരങ്ങളായി ഉയർന്നു വരുന്ന യുവാ ക്ലബ്ബാണ്. ആ യുവാ ക്ലബിലെ ഓരോരുത്തരായി പേര് വിളിക്കുന്ന ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് കടന്നു വരിക. അനുരാഗ് MLA, ഇവരെല്ലാവരെയും MLA ആദരിക്കും. അനുരാഗ്, വിജയ്, ശ്യാംജിത്ത്, അശ്വൻ മൂർത്തി, അഫിരാഗ്, വിപിൻ. നമ്മുടെ ഈ മണല് വാർഡിന്റെ കോൺഗ്രസിന്റെ ഒരു ഉപഹാരം കൂടി MLA നൽകും. എല്ലാവരും കൂടെ ചെന്നിട്ട് അടുത്തതായി BA ഇംഗ്ലീഷിൽ ഈ മേഖലയിൽ നിന്ന് മികച്ച വിജയം കരസ്ഥമാക്കിയ വിജയകൃഷ്ണൻ ഏജ്, വിജയകൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട MLA ആദരവ് നൽകും. അടുത്തതായി BSc നഴ്സിംഗ് പാസ്സായ കാർത്തിക AM. രക്ഷകർത്താക്കൾ ഉണ്ടെങ്കിൽ അവർ വരിക. അടുത്തതായി ശിവാനി S. രാജ്. അടുത്തതായി കൃഷ്ണേന്ദു, ലാബ് ടെക്നീഷ്യൻ പാസ്സായ കൃഷ്ണേന്ദു. അടുത്തതായി ഈ പരിപാടിക്ക് നമ്മളെ സഹായിച്ച MLAയോടൊപ്പം പല കാര്യങ്ങളിലും നമ്മളെ സഹായിച്ച നമ്മുടെ സാമൂഹിക പ്രവർത്തകൻ അജുവിനൊരു ആദരവുണ്ട്, അത് MLA നൽകും. കാർത്തിക ആദ്യം ഉണ്ടാണ്. ദേവ് അങ്ങനെ എടുക്കല്ലേ തെറ്റിപ്പോവും. ദേവ് പിന്നീട് കണ്ണകി വന്ന ആർച്ച വിഷ്ണു DJ, ജിതിൻ ജെ, അനൂപ്, ജിതിൻ ജെ കഴിഞ്ഞിട്ട് അനൂപ്.
അത് കഴിഞ്ഞ് പ്രിയായൻ. പ്രിയായൻ കഴിഞ്ഞിട്ട് അഭിമന്യു. അടുത്ത് ഷിബിൻ രാജ്. അടുത്തതായി സരുൺ. ഇല്ലാണ് മാറിപ്പോകുന്നു. ചിത്രാഞ്ജലി. അത് കഴിഞ്ഞിട്ട് ആരാധന.